ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും ജിമെയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ? എല്ലാവരും ജിമെയിൽ, നമുക്ക് ആർക്കെങ്കിലും ഒരു ഇമെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വല്ല ഇമെയിൽ വരണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ജിമെയിൽ അക്കൗണ്ട് വേണം, നിർബന്ധമാണ്. പക്ഷേ ജിമെയിൽ അക്കൗണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജിമെയിൽ അക്കൗണ്ടിൽ നമുക്ക് ആരെങ്കിലും ഒരാൾ ഒരു മെയിൽ അയച്ചു എന്ന് വിചാരിക്കുക, നമ്മളൊന്ന് ഇൻബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനമല്ല അതിൽ കാണുക. മൊത്തം അഡ്വർടൈസ്മെന്റ്, അൺവാണ്ടഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഇമെയിലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഞാൻ ഈ ഒരു പറഞ്ഞു തരാൻ പോകുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക്. അത് വെച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണുക. അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഹോം സ്ക്രീനിൽ ഞാൻ ജിമെയിൽ ഓപ്പൺ ചെയ്യാണ്. ജിമെയിൽ ഓപ്പൺ ചെയ്ത് കൃത്യമായിട്ട് കാണിച്ചു തരാം. ജിമെയിൽ കണ്ടില്ലേ, ഇൻബോക്സ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇൻബോക്സിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പല മെസ്സേജുകളും പരസ്യങ്ങളും എല്ലാമാണ് വന്ന് കിടക്കുന്നത്. അപ്പം അത്യാവശ്യം നമുക്ക് ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് സെർച്ച് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നല്ലൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്ക്രീനിൽ കണ്ടില്ലേ 3 ലൈൻസ് ഏറ്റവും ടോപ്പ് കോർണറിൽ കാണുന്നുണ്ട് അല്ലേ? ആ 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക, സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. ഈ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ നമ്മുടെ ഇമെയിൽ ഐ ഡി എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നമുക്ക് എത്ര ഇമെയിൽ ഐ ഡി, നമ്മുടെ കമ്പനീൻ്റെ പേര്, നമ്മുടെ പേരിലൊക്കെ ഇമെയിൽ ഐ ഡി ഉണ്ടാവും. അത് ഏത് ഇമെയിൽ ഐ ഡിയാണ് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം ഇൻബോക്സ് ടൈപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ഇവിടെ ഡിഫോൾട്ട് ഇൻബോക്സിലാണ് നമ്മൾ കിടക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ അനാവശ്യമുള്ള പരസ്യങ്ങളും ഒക്കെ ആദ്യം കാണുന്നതിൻ്റെ പ്രശ്നം അതാണ്. ഡിഫോൾട്ട് ഇൻബോക്സിലാണ് കിടക്കുന്നത്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5 ഓപ്ഷൻസ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഡിഫോൾട്ട് ഇൻബോക്സ് നമ്മൾ മാറ്റി വെക്കുക. അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് കാണിക്കുന്നുണ്ട്, അൺറീഡ് ഫസ്റ്റ് കാണിക്കുന്നുണ്ട്, സ്റ്റാർട്ട് ഫസ്റ്റ് കാണിക്കുന്നുണ്ട്, പ്രയോറിറ്റി ഇൻബോക്സ് കാണിക്കുന്നുണ്ട്. ഇത്രയും ഓപ്ഷൻസ് കാണിക്കുന്നത്. ഇതിൽ ഡിഫോൾട്ട് ഇൻബോക്സ് നമ്മൾ മാറ്റിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പ്രയോറിറ്റി ഇൻബോക്സിലേക്ക് നമുക്ക് കൊടുക്കാം. ഓരോ പ്രയോറിറ്റിക്ക് അനുസരിച്ച് വരും. അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് കൊടുക്കാം. അതാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരും. അല്ലെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന അൺറീഡ്, നമ്മൾ ഇതുവരെ വായിക്കാത്ത ഇമെയിലുകളാണ് നമുക്ക് വായിക്കേണ്ടത്, അത് വരും. പക്ഷേ അതിലൊക്കെ പരസ്യം കൂടി ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് എന്നുള്ളത് കൊടുക്കാനാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇമെയിൽ ബോക്സ് തുറന്നതിന് ശേഷം ഈ ഇൻബോക്സിൽ എന്ത് ചെയ്യുക, ഇവിടെ ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് മാത്രം. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇമെയിലിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അൺറീഡ് ആയിട്ടുള്ള, നിങ്ങൾ ഇതുവരെ വായിക്കാത്ത മെസ്സേജുകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് പരസ്യടക്കം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷേ ആരും അത് താല്പര്യപ്പെടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇൻബോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആരെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ആദ്യം തന്നെ വന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വന്നോളും. ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾക്കായി ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.